ഇത്തവണ തിരുവോണത്തിന് നമുക്ക് ഈ ശർക്കര വരട്ടി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ? ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് കേട്ടോ. പക്ഷേ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഉണ്ടല്ലോ ഞാൻ എനിക്ക് തന്നെ 100-ൽ 110 മാർക്കും കൊടുത്തു. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു. പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്തു കേട്ടോ. ഇത്രയും സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് എനിക്ക് ഇന്നാണ് മനസ്സിലായത്. അതിനായിട്ട് ഞാൻ ഒരു ബൗളിനകത്തേക്ക് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം തൊലി കളഞ്ഞ 3 പച്ച ഏത്തക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 15-20 മിനിറ്റ് നമുക്ക് ഈ വെള്ളത്തിൽ ഇട്ട് വെക്കാം. അതിനുശേഷം ഓരോന്നായിട്ട് ഒരു കോട്ടൺ ടവലിനകത്തേക്ക് വെച്ച് കൊടുത്ത് നന്നായിട്ട് ഡ്രൈ ആക്കിയതിന് ശേഷം നടുവേ ഒന്ന് കീറി കൊടുത്തതിന് ശേഷം 1 ഇഞ്ച് സൈസിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്ത നമ്മുടെ പച്ചക്കായൊക്കെ ഉണ്ടല്ലോ തിളച്ച എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കളർ ഷെയ്ഡൊക്കെ മാറി ഫ്രൈ ചെയ്തങ്ങ് എടുക്കണം കേട്ടോ. ഇനി ഇതിനെ നമുക്കൊന്ന് എണ്ണയ്ക്കകത്ത് നിന്ന് കോരി മാറ്റി വെക്കാം. ഈ സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാറിനകത്തേക്ക് ഞാൻ ആവശ്യത്തിന് നമ്മുടെ പച്ചക്കായുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് പഞ്ചസാര എടുത്തോളുക. ഒരു 10-15 ഏലക്കയും മീഡിയം സൈസുള്ള ഒരു 2 പീസ് ചുക്കും പിന്നെ 1 സ്പൂൺ ചെറിയ ജീരകം കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. അതും ഒന്ന് മാറ്റി വെക്കാം. ഇനി ഞാനൊരു ഉരുളിക്കകത്തേക്ക് ഉണ്ടല്ലോ കരിപ്പെട്ടി ശർക്കരേൻ്റെ പൗഡറാണ് എൻ്റെ കയ്യിലുണ്ടായിരുന്നത്. പൗഡർ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് തിളപ്പിച്ച് നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ നമ്മുടെ ശർക്കര പാനി ആകുമ്പോഴത്തേക്കുണ്ടല്ലോ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമ്മുടെ ഈ ഫ്രൈ ചെയ്ത് വെച്ച നമ്മുടെ പച്ചക്കായ ഇട്ടങ്ങ് കൊടുത്തിട്ടുണ്ടല്ലോ നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ പൊടിച്ച് വെച്ച പൗഡറും കൂടി അങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് സെപ്പറേറ്റ് ചെയ്ത് പരസ്പരം ഒട്ടിപ്പിടിക്കാതെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് അങ്ങ് എടുക്കണം കേട്ടോ. അങ്ങനെ അങ്ങ് എടുത്തങ്ങ് കഴിക്കണം. എന്നാ ഒരു ടേസ്റ്റാണെന്നറിയോ? പുറത്തുനിന്ന് മേടിക്കുന്നതിനെക്കാട്ടും അടിപൊളി ടേസ്റ്റിലാണ് നമുക്കിത് ഉണ്ടാക്കാൻ പറ്റുന്നത്. അപ്പോൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്യണം. ഇഷ്ടപ്പെട്ട എന്താണെങ്കിലും ഫോളോ ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം കാണാം. ടാറ്റാ.